ഗൈസ് നമ്മൾ കളിക്കാൻ പോണ ഗെയിമാണ് സ്കാരി ടീച്ചർ 3D. ഗൈസ് ഈ ഗെയിമിൽ തള്ളപ്പിടിയാണ് മെയിൻ ക്യാരക്ടറാണ് ആ നിൽക്കുന്ന തള്ളപ്പിടി. ഇത് ഭയങ്കര ടീച്ചറാണ് ഇത്ര ഗൈസ്. എല്ലാ കുട്ടികളും പറയാണ് ഈ ടീച്ചർ ഇത്തിരി സീനാണ്, എല്ലാവർക്കും വെറുതെ പണിഷ്മെന്റ് കൊടുക്കുന്നു. അപ്പൊ എല്ലാ കുട്ടികളും കൂടിയിട്ട് ഒരു പ്ലാൻ ഇട്ട് ഈ ടീച്ചർക്ക് എന്തെങ്കിലും പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരെ കൊണ്ട് നടക്കുന്നില്ല. അതിന് നമ്മളൊക്കെ അന്ന് ആ പണികളൊക്കെ ചെയ്താൽ നമുക്ക് ക്യാഷ് തരും പറഞ്ഞ്. അപ്പൊ നമ്മൾ പിന്നെ പറഞ്ഞിട്ടല്ലേ, നമ്മൾ വണ്ടേ സീനല്ലേ. അപ്പൊ ഫസ്റ്റ് തന്നെ ഫൈൻഡ് മൗസ് ട്രാപ്പ് ആൻഡ് അതെന്താണ് ഗൈസ് തള്ളപ്പടി അടിച്ച് വരണുള്ളൂ. എന്താ ന്യൂസ് പേപ്പറൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. ഇതിനൊക്കെ ന്യൂസ് വാങ്ങിക്കാൻ അറിയോ? ഓട്ടെ ഓക്കെ, നമുക്ക് എന്തായാലും പിന്നാലെ പിടിക്കാം. ഇവിടെ എന്താ ട്യൂട്ടോറിയലൊക്കെ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് എന്ത് ട്യൂട്ടോറിയൽ ഗൈസ്, നമുക്ക് ഇതൊക്കെ അല്ലെങ്കിലേ അറിയാം. തള്ളയുടെ പിന്നാലെ പോണത് തള്ളക്ക് ചെവി കേൾക്കില്ല തോന്നുന്നു. ഓക്കെ, നമുക്ക് മൗസ് ട്രാപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ തള്ളപ്പിടിയുടെ ആ ടേബിൾ കൊണ്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. എവിടെ വെക്കേണ്ടതാണാവോ? അതവിടെ മേശമ്മ അതും വെച്ചിട്ട് പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വെച്ചുകൊടുക്കാം. എടേ ഈ ന്യൂസ് പേപ്പർ എടുത്ത് തന്നെ മേലെ വെച്ച് ഞാൻ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ അതിൻ്റെ കൈ കൊടുങ്ങും. ഏതാലേ I mean, who else could it be? Ah! My head! ഗൈസ് നമ്മളങ്ങനെ ഫസ്റ്റത്തെ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് ആഡ് സാൾട്ട് ഇൻ മിസ്റ്റീസ് ബ്രേക്ക്ഫാസ്റ്റ്. മനസ്സിലായി, ഈ തള്ളയുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഉപ്പ് ചേർക്കണമെന്ന്. ഓക്കെ, അതൊക്കെ നമ്മൾ റെഡി ആയത്. എന്താ കണ്ടിട്ട് എന്തോ ഒരു തകരാറ് പോലെ ഉണ്ട് ഫുഡിന്. എന്തായാലും നമ്മൾ പോയി നശിപ്പിക്കാൻ പോവാണ്. ഇപ്രാവശ്യം തള്ളപ്പടി ഗേറ്റിനൊക്കെ പൂട്ടിട്ടല്ലോ. നമുക്ക് ഇവിടുന്ന് ലോക്ക് പിക്ക് വാങ്ങിക്കാൻ പറ്റൂലേ? ഓക്കെ, ഏത് പൂട്ടിട്ടാലും നമ്മള് തുറന്നു വരും. അല്ല പിന്നെ ഈ തള്ളക്കൊന്നും അറിയില്ലേ, നമ്മൾ ഇത്തിരി ഇന്റലിജന്റ് ആണ്. അതാ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ വെച്ചിട്ട് അതാ പോയി. അതിന്റെ ഇപ്പഴ തന്നെ സാൾട്ട് ഇരിക്കുന്നുണ്ട്. ഇതെന്തായാലും എളുപ്പമായല്ലോ, നമുക്ക് വേഗം അയക്കിടാം. എന്നിട്ട് ഓടിപ്പോവാ. തള്ളപ്പിടി ഇപ്പൊ വരും. അവിടെ കണ്ട്ര നമ്മളെ കണ്ട്ര പിന്നാലെ ഓടി വരുന്നുണ്ട്. ഇവിടേക്ക് വരുമോ? നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ. നമ്മളെ കണ്ടാലിന്ന് ഓടി ഇന്ന് തന്നെ വരുമോ? ഇവിടെ നിൽക്കുള്ള കേസ് നമ്മളെ ഇതാ പിന്നെ വരുന്നു. ഇവിടേക്കൊക്കെ വരും. എവിടെ വരെ ഓടും നമ്മള്? എവിടെ നമുക്ക് ഓടാൻ പറ്റണില്ല. ഇവിടെ വരെ ഉള്ള മാപ്പ്. എടാ നമ്മളെ മേത്തേക്ക് കോഴിമുട്ട എടുത്തെറിയുന്നു. തീരെ വിവരമില്ലാന്ന് വെറുതെ അല്ല എല്ലാവരും പറയണത്. കോഴിമുട്ട എടുത്തെറിഞ്ഞിട്ട് നമ്മളെ ഓടിപ്പിക്കുന്ന. Yummy, yummy, yummy. നെക്സ്റ്റ് ടാസ്ക് എന്താന്ന് വെച്ചാൽ ഈ ഒരു തള്ളപ്പൊടി ഇപ്പൊ ടി വി കാണാൻ പോകും. ഫേവറേറ്റ് ഷോ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ആ ടി വി പോയി നശിപ്പിക്കണം. ആ ടി വിയിൽ ഈ ഫേവറേറ്റ് ഷോ ഈ തള്ളപ്പൊടി കാണാൻ പാടില്ല. അതൊക്കെ നമ്മൾ ഏറ്റി. ഞാൻ പോയി ഇപ്പൊ തന്നെ ആ ടി വി നശിപ്പിച്ചുതരാം. ഇതാണ് അതിന്റെ ഫേവറേറ്റ് ഷോ. ഏതോ ചെങ്ങായി കിടന്ന് തുള്ളുന്നുണ്ട്. ഗൈസ് നമുക്ക് ഗേറ്റ് തുറന്നിട്ട് പോവാ. ഫസ്റ്റ് ക്രോബാർ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഇവിടെ ഈ സ്റ്റാർസ് നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് മറ്റേ എന്താ ക്ലൂസ് ഒക്കെ എടുക്കാട്ടാ. ക്ലൂകളൊക്കെ നമുക്ക് എടുക്കാം. കണ്ട ഹിന്റ് അവർ തരും നമുക്ക്. റിവീൽ ഹിന്റ് ഈ സ്റ്റാറൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനി എടുത്തേക്കണം. ഫസ്റ്റത്തെ ഇതെന്തായാലും എനിക്കറിയാം. ക്രോബാർ ആ ടി വി ഉള്ള സ്ഥലത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ തള്ളപ്പടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടാ. നമുക്ക് മെല്ലനെ പോയിട്ട് ആ ടി വി അങ്ങോട്ട് നശിപ്പിക്കാം. ഇതാണ് ടി വി റൂം. ഇതായിരിക്കണം ക്രോബാർ. എന്നിട്ട് തന്നെ നശിപ്പിക്കുക. ഓടി അങ്ങോട്ട് പോവാ. ഇവിടെ നിൽക്കണ സേഫ് അല്ലേ ഗൈസ്? ആ സൗണ്ട് കേട്ടിട്ട് അതാ വരുന്നു. ഭാഗ്യമുണ്ട് പിടിച്ചില്ല കേട്ടോ. ഗ്രാണി ഇവരൊക്കെ ഒരേ കൂട്ടരെ തോന്നുന്നു. മറ്റേ ട്രാപ്പ് ബിയർ ട്രാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. My TV. My favorite show was about to. പാവണ്ട് ഗൈസ്, അതാ കിടന്ന് കരയുന്നു. ഏതോ ജാമ്പോന്റെ കാലത്തുള്ള ടി വി എടുത്ത് വന്നിട്ട് ഫേവറേറ്റ് ഷോ കാണാൻ പറ്റില്ല. ഇങ്ങനെയൊന്ന് പുതിയ ടി വി വാങ്ങിച്ചൊക്കെ വെച്ചേ തള്ളേ. ഗൈസ് ഈ നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തള്ളപ്പിടി റെയിലാണെന്നുണ്ടെങ്കിൽ പുതിയ ഡ്രസ്സ് ഉണ്ട്. അപ്പം ആ ഡ്രസ്സ് നമ്മളോട് പോയി കീറിയിട്ട് അതിൻ്റെ പാർട്ടിക്ക് പോകണം, ഇല്ലാണ്ടാക്കണം എന്ന് പറയുന്നത്. അതൊക്കെ എന്ത് നമ്മളെ ഏറ്റാ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഏതാണ് ആ ഡ്രസ്സ്? ഇതാണ് ഡ്രസ്സ്. ഇതൊക്കെ ഇട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നായ്ക്കളും പൂച്ചകളൊക്കെ ഓടിച്ചിട്ട് കടിക്കും. ഓക്കെ, ഇനിയിപ്പോൾ എവിടെയാണ് ആ സിസർ ഇരിക്കുന്നത്? ഓക്കെ, ഇവിടെ നമുക്ക് ഫുട് പ്രിന്റ്സ് എടുക്കാൻ പറ്റുമല്ലോ. ഇതൊരു ക്ലൂവിൻ്റെ ഭാഗമൊക്കെ തന്നെയാണ്. ഇതെന്തായാലും നമ്മളെ സിസർ ഇരിക്കണ ഭാഗത്തേക്കാവും കൊണ്ടുപോകുന്നുണ്ടാവുക. ഓക്കെ, നേരക്ക് പോവാ. അയ്യോ, ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ടായിരുന്നു. ഭാഗ്യം ഉണ്ടായിരുന്നു, ചവിട്ടിയില്ല. ഓക്കെ, ഇതാണ് നമ്മളെ സിസർ കിട്ടിയിട്ടുണ്ട്. ഇനി എവിടെയാണ് ആ ഡ്രസ്സിങ് റൂം? അതൊന്ന് കണ്ടുപിടിക്കട്ടെ ഗൈസ്. ഫൈനലി ഗൈസ് നമ്മളെ ഡ്രസ്സിങ് റൂം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ ഇരിക്കണ നമ്മളെ തള്ളയുടെ ഡ്രസ്സ് നമ്മളെ മുറിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഓടി കണ്ടം പിടിക്കുക, അല്ലെങ്കിൽ തള്ളപ്പിടി ഇപ്പൊ മേലോട്ട് കയറി വരും. ഗൈസ് നമ്മളെ തള്ളക്ക് മുട്ട പണികളാണ് കൊടുത്തോണ്ടിരിക്കണത്. കണ്ട ഇപ്പൊ കടന്ന് കരയുന്നത്. അതിന്റെ പാർട്ടി കൊളായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ വേണം. നമ്മളെ നെക്സ്റ്റ് ടാസ്ക് എന്താ വെച്ചാൽ ഏതൊരു തള്ളപ്പിടി ഏതൊരു സോഫം ഇരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾക്ക് കൊണ്ടുപോയിട്ട് പിന്ന് വെക്കാനാണ്. ഇനി ഇരിക്കുമ്പോൾ അതിന്റെ കുണ്ടിമ കുത്തണത്ര ഗൈസ്. ഓക്കെ, നമ്മളെ ടാസ്ക് എന്തായാലും ചെയ്യാൻ പോവാണ്. ഏതാ കാപ്പിയൊക്കെ പിടിച്ചിട്ട് വരുന്നുണ്ടല്ല.
ആ ഇപ്പൊ ഇരുന്ന് എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഇരിക്കാൻ പറ്റില്ല. ഓക്കെ ഇനിയിപ്പോ ഈ പിന്നെ എവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് നോക്കി വെക്കാം. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ആ കയറി വരുന്ന സ്ഥലത്ത് തന്നെ എവിടെയെങ്കിലും ഇരിക്കുകയാണെന്നതിൻ്റെ ഉപകാരമായിരുന്നു. ഓ ഇവിടെ ട്രാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. ഒരു ട്രാപ്പ് നമുക്ക് കൊടുത്തിട്ടേ ഇവിടേക്ക് ഇടാം. അല്ലെ എപ്പോഴായിട്ട് ചവിട്ടാൻ മൂഞ്ചി. ഓക്കെ പിന്നെ ഇവിടെ എന്തോ ഒരു തുണി ഇരിക്കുന്നുണ്ടല്ലോ. കാർപ്പറ്റ് അതെന്തോ സാധനം ഉണ്ട്. നമുക്ക് എന്തായാലും അത് എടുത്തിട്ടുണ്ട്. എടാ പിന്നെ എന്ത് ചെയ്യും? പിന്നെ കിട്ടിയെങ്കിലല്ലേ അവിടെ വെക്കാൻ പറ്റുള്ളൂ. ഏത് റൂമിലാണ്ടാ പിന്നുള്ളത്? എവിടെ പിന്നെ കാണാനില്ല. പിന്നെ ആ അതായിരിക്കണം ഗൈസ്. ഇതാ തോന്നുന്നു പിന്നെ. എന്താ മന്ദക്കം വലിപ്പമുള്ള പിന്നാലോ. ഓക്കെ നമുക്കിത് എന്തായാലും സോഫയുടെ അവിടെ കൊണ്ടുവച്ചിട്ടേ ഈ കാർപ്പറ്റ് അതിൻ്റെ മേലെ ഇടാനുള്ളതാണ്. ഓക്കെ ഇനി ഇതതിൻ്റെ മേലേക്ക് എടുത്തിടുക. എവിടെ ഇഞ്ഞാ തള്ളപ്പിടി ഇരുന്ന അതിന് കുണ്ടി മുഖത്ത് കയറും. അല്ല പിന്നെ ആന വലിപ്പമുള്ള സൂചിയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കി നോക്കാം തള്ളപ്പിടി അവിടെ ഇരിക്കില്ലെന്ന്. ഓക്കെ നമുക്കിതിൽ തുള്ളാനൊക്കെ പറ്റൂട്ടെ. കണ്ട ഏതാല്ലേ നമുക്ക് തുള്ളി നടക്കാം. ഇവിടെ എന്താ ബെല്ലൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ കോണിമ്പെല്ലാവും. കോണിമ്പെല്ലാരെങ്കിലും പുറത്തുണ്ടാക്കുമോ? ആ വെറുതെ അല്ല തള്ള പഠിപ്പിച്ചേ കിളി പോയിരിക്കണ്. ഓക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നമ്മളെ കാണില്ലായിരിക്കും. മിക്കവാറും കാണില്ല. കണ്ടിട്ടില്ല. അവിടെ പോയിരിക്കും ഗൈസ്. ഇപ്പം ഇരിക്കും അവിടെ. അതായിരുന്നു അങ്ങനെ തന്നെ വേണം ഗൈസ്. അതിൻ്റെ കുണ്ടിമ തീയല്ല സൂചിപ്പിന് കുത്തി കയറി. അല്ല പിന്നെ ഗൈസ് ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ ചെണ്ടാക്കാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. റോഡ് ടു 100K ആണ് നമ്മുടെ ഫാമിലി. എല്ലാവരും ഈ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി അടിച്ചേക്ക്. 20 ലൈക്സ് ആയാൽ മാത്രമേ ഞാൻ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇട്ടുള്ളൂ. അപ്പോൾ ബൈ ഗൈസ്.